നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഞാൻ വന്നു. അത് ചന്ദ്ര, നിങ്ങൾക്ക് എന്തിനാ വിളർന്നത്? അത് ചന്ദ്രന് ഈ വിവാഹം ഇഷ്ടമായിരുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് എന്നെ കൂടെ അറിയിക്കാമായിരുന്നു. അമ്മേ, ഇന്നലെ വരെ നിങ്ങളുടെ കുടുംബത്തില് ഒരംഗത്തെ പോലെയായിരുന്നു ഞാൻ. പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നു ഞാനൊരു അന്യനാണെന്ന്. അങ്ങനെയൊന്നും പറയരുത് ചന്ദ്ര. എനിക്ക് നീയും രാജുവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് ഞാനും കരുതിയിരുന്നു. പക്ഷെ ഞാനൊരു മുരടനും വൃത്തികെട്ടവനുമാണല്ലോ. കാര്യം കഴിയുമ്പോ ആർക്കും എന്നെ വേണ്ടാതാവും. ചന്ദ്ര, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഈ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നെന്നറിയോ? സാരമില്ല അമ്മേ, എല്ലാം മറക്കാം. നല്ല കാര്യങ്ങൾ മംഗളമായിട്ട് തന്നെ നടക്കണം. രാജുവിന്റെ സന്തോഷമാണ് എന്റെയും. ആ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്നേ. ചേർന്ന് നിൽക്കുവാണേ. ഒന്ന് തിരിച്ചേ. റെഡി? ഓക്കെ, വരൂ. ഇഷ്ടപ്പെട്ട പുരുഷനുമായി ഇങ്ങനെ ഒരു അർദ്ധരാത്രി ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കെന്റെ രാജേട്ടൻ എല്ലാമാണ്, എല്ലാം. ഒരു വല്ലായ്മ. രാജുവേട്ടാ, ചന്ദ്രേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ? അതെ. അത് സാരമില്ല. ചന്ദ്രേട്ടനെ അമ്മ പറഞ്ഞ് സമാധാനിപ്പിച്ചില്ലേ? ചേട്ടൻ കിടന്നോളൂ. അമ്മേ, ചായ. മോളെ, രാജു എന്തെടുക്കുക? ഉറങ്ങ. അവൻ ഒരു തണുപ്പനാ മോളെ. ഏയ്, നല്ല മനുഷ്യനാ. അങ്ങനെ ഒരാളിനെ കിട്ടാൻ സുഹൃതം ചെയ്യണം അമ്മേ. ഞാനിങ്ങോട്ട് ചെല്ലട്ടെ? ആ, ചെല്ലു മോളെ. ഇവിടെ ആരുമില്ല. എല്ലാവരും എവിടെ പോയി? രാജുവേട്ട സിറ്റി പോയി, അമ്മ സ്റ്റേഷനിൽ പോയി, മുരളിയില്ല. പക്ഷേ അവരൊക്കെ ഇപ്പൊ വരും. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ അവരെല്ലാം കാണാം. ഞാൻ റാണിയെ കാണാനാ വന്നത്. എന്തിനാ? ഒരു സമ്മാനം തരാൻ. എനിക്ക് ആരുടെ സമ്മാനമൊന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കൂടി ഉള്ളതാണ്.
അവിടെ വച്ചേക്കൂ. അത് പറ്റില്ല, എന്റെ മുമ്പിൽ വെച്ച് തന്നെ തുറന്നു നോക്കണം. എന്തിനാണോട് വന്നു? സാറിനെ ഒന്ന് കാണാൻ. അന്ന് നിങ്ങൾ പറഞ്ഞു പറ്റിച്ച് ചന്ദ്രനെ കൊണ്ടുപോയി. ആ റാണിയെ. അവളിന്നെന്റെ മരുമോളാണ്. മരുമകള്? എന്താ ഒത്തില്ലേ? ഇൻസ്പെക്ടർ നാരായണനെ ആരും തോൽപ്പിച്ചിട്ടില്ല. മൈൻഡ് ഇറ്റ്. ശരിയാ, സാറ് പണ്ടൊരിക്കലൊന്ന് ജയിച്ചു. ഇതാ അതിന്റെ സർട്ടിഫിക്കറ്റ്. എന്താ ഇത്? റാണിയെ MLA വിവാഹമോചനം ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ്. പക്ഷേ സാറ് MLA ഒക്കെ തോറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടെ എന്റെ കൈവശമുണ്ട്. ഇതാ, രാജുവും റാണിയും തമ്മിൽ രജിസ്റ്റർ വിവാഹം ചെയ്തൊരു സർട്ടിഫിക്കറ്റ്. നിർത്താൻ. പിന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെല്ലാം പൊതുജനം കൂടെ ഒന്ന് അറിയണ്ടേ? അതിന് പാർവതി ഒരു വേല വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ ഞാനിപ്പോ പോകുന്നു. രാജേട്ടാ, എന്താ ഇങ്ങനെ? റാണി, ഞാനൊരു കാര്യം പറഞ്ഞ നീ എന്നെ വെറുക്കുവോ? എന്ത് രാജേട്ടനെയോ? ഒരിക്കലുമില്ല. പറയൂ. എനിക്കൊരിക്കലും ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനാവില്ല. രാജേട്ടാ, രാജേട്ടാ, എനിക്ക് വേണ്ടത് ഒരു കൊച്ചു കുടുംബം, എന്നെ സ്നേഹിക്കുന്നൊരു ഭർത്താവ്. അത്രയും മതി. അതെനിക്ക് കിട്ടി. രാജേട്ടൻ ഉറങ്ങിക്കൊള്ളൂ. മോളെ, ഇരിക്കേ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച? രാജേട്ടനുമായിട്ടോ? ഏയ്, ഒരു ഭർത്താവെന്ന നിലയിൽ രാജേട്ടനിൽ നിന്നും വേണ്ടതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാം? നീ കള്ളം പറയുകയാണെന്ന് എനിക്കറിയാം മോളെ. അമ്മ എന്താണ് ഇങ്ങനെ പറയുന്നത്? വൈദ്യര് പറഞ്ഞതുകൊണ്ട്. അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അമ്മ ഞങ്ങളുടെ വിവാഹം? അതേ മോളെ, നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് അറിഞ്ഞപ്പോ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് പോലെ എന്റെ മകനൊരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിച്ചു പോയി. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. മോൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. എന്നുവെച്ചാൽ ഈ വിവാഹബന്ധം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാജേട്ടനെ വിട്ടിട്ട് വേറൊരാളിനെ പിടിക്കണമെന്നല്ലേ? അമ്മേ, ഞാനൊരു പിഴച്ച പെണ്ണാണ്. എങ്കിലും മനസാക്ഷിയൊന്നും എനിക്കുണ്ട്. രാജേട്ടൻ എന്റെ ഭർത്താവ് മാത്രമല്ല, ദൈവമാണ് ദൈവം. എന്തായാലും രാജേട്ടന്റെ ഈ അസുഖം മാറ്റാൻ ഞാനൊരു ഡോക്ടറെ കാണും. വിഷമിക്കാനൊന്നുമില്ല. ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് എല്ലാം നേരെയാവും. വേണമെങ്കിൽ ഉടനെ നടത്താം. വേണം.
പറയുന്നത് പെട്ടെന്ന് നടത്തണം. മോളെന്ത് പറയുന്നു? ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഡോക്ടർ എല്ലാം നേരെയാവുന്നല്ലേ പറഞ്ഞത്?